നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തിയിൽ 24 മണിക്കൂറും കർശന പരിശോധന. ദേശീയപാത ഭാഗികമായി അടച്ചു. കേരളത്തിൽ നിന്നും പോകുന്ന മുഴുവൻ യാത്രക്കാരും പരിശോധനയ്ക്ക് വിധേയം. നടപടി കോയമ്പത്തൂർ ജില്ലാ കലക്ടർ പവൻകുമാർ ജി ഗിരിയപ്പവനറുടെ ഉത്തരവിനെ തുടർന്ന്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ശക്തമായ മാറ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടലാക്കോടെയെന്നും സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം പാലക്കാട്ട്. അധ്യാപകർ സമരം ചെയ്യേണ്ടവർ അല്ലെന്നും അവരെ തെരുവിലേക്ക് തള്ളിവിടുന്നത് ഭരണകൂടമെന്നും കേരളവർമ്മ കായിക വിഭാഗം റിട്ടയേർഡ് പ്രൊഫസർ MC രാധാകൃഷ്ണൻ. കേരളത്തിന് കായിക നയമില്ല, കായിക നയം എന്താണ് എന്നറിയാത്ത ഭരണകൂടം ശാപമാണെന്നും MC രാധാകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനാ ധർണ പാലക്കാട്ട്. ചങ്ങാതിക്കരുത്തായി പ്രാവർത്തികമാക്കി ഷൊർണൂർ സെന്റ് തെരേസ് LP സ്കൂൾ. ഒറ്റപ്പാലത്ത് ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി LED ബൾബ് നിർമ്മാണ ശില്പശാല. വാടാനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മാ കെയർ സെന്ററിന് തുടക്കം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് ആരോഗ്യ വകുപ്പ് പരിശോധന കർശനമാക്കി. ദേശീയപാത ഭാഗികമായി അടച്ചിട്ട് കേരളത്തിൽ നിന്നും പോകുന്ന മുഴുവൻ യാത്രക്കാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കടത്തിവിടുന്നത്. കോയമ്പത്തൂർ ജില്ലാ കലക്ടർ പവൻകുമാർ ജി ഗിരിയപ്പവനറുടെ നിർദ്ദേശപ്രകാരമാണ് അതിർത്തികളിൽ 24 മണിക്കൂറും പരിശോധന. കഴിഞ്ഞ ദിവസം മരിച്ച പാലക്കാട് മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിക്ക് നിപ്പ രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചതോടെയാണ് ചൊവ്വാഴ്ച മുതൽ അതിർത്തി കേന്ദ്രങ്ങളിൽ പരിശോധന ആരംഭിച്ചത്. പാലക്കാട്ടും മലപ്പുറത്തും കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് തമിഴ്നാടും കടക്കുമെന്ന സൂചനയുണ്ട്. ഇന്നലെ മുതൽ പ്രത്യേകം രൂപീകരിച്ച 3 സംഘങ്ങളെ ചാവടിയിൽ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത താൽക്കാലികമായി അടച്ചുപൂട്ടി. വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചുവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R പ്രതിഭ, മധുക്കര ഹെൽത്ത് ഇൻസ്പെക്ടർ MG രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള 7 ആരോഗ്യ പ്രവർത്തകരും ചാവടി പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ട്. വാളയാർ, മീനാക്ഷിപുരം, ഗോവിന്ദപുരം, വേലന്താവളം, ഗോപാലപുരം, ആനക്കട്ടി തുടങ്ങി മുഴുവൻ കേരള തമിഴ്നാട് അതിർത്തികളിലും പരിശോധന നടത്തിയാണ് വാഹനം കടത്തിവിടുന്നത്. തെർമോമീറ്റർ ഉപയോഗിച്ച് ശരീരോഷ്മാവും യാത്രക്കാരുടെ ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് തുടർയാത്ര അനുവദിക്കുന്നത്. ഇവരുടെ വിവരങ്ങളും ഒപ്പം ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ശക്തമായ മാറ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടലാക്കോടെയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരസംഗമം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നത് ഉമ്മൻചാണ്ടിയുടെ ആശയമാണ്. രോഗികളുടെ ബാഹുല്യവും മികച്ച ചികിത്സയും പരിഗണിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. ഡോക്ടർ ഹരിദാസിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോരായ്മകൾ പരിഹരിക്കുന്നതിന് പകരം പിണറായി വിജയൻ ശ്രമിച്ചത് ഡോക്ടർ ഹരിദാസിനെ അടിച്ചിരുത്താനാണ്. ഒരു വോട്ടർക്ക് 3 വോട്ടുകൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന സമയദൈർഘ്യം പരിഗണിച്ചാണ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടത്. എന്നാൽ ചെലവിന്റെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ്. വിദ്യാഭ്യാസ, ആരോഗ്യരംഗം ഉൾപ്പെടെ എല്ലാ മേഖലയിലും തകർച്ചയിലാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് സർക്കാർ പന്താടുന്നത്. കോടികൾ ദൂർത്തടിക്കുന്ന സർക്കാർ ആശാവർക്കർമാരെയും പാചക തൊഴിലാളികളെയും കണ്ടില്ലെന്നടിക്കുകയാണ്. സർക്കാരിന്റെ കടും വെട്ടും കൊള്ളയും പുറത്തു വരാതിരിക്കാനാണ് വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്തുന്നത്. സർക്കാരിന്റെ ഓരോ ജനവിരുദ്ധതയും തുറന്നുകാട്ടും. വിജയം മാത്രമാണ് ലക്ഷ്യം. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇരുന്നു കൊടുക്കാൻ കിട്ടില്ലെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ഈ സമര സംഗമം 10ാമത്തെ ജില്ലയിലാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ 10ാമത്തെ ജില്ലയാണ് ഞങ്ങൾ. 8ാമത്തെ ജില്ലയായ എന്റെ സ്വന്തം ജില്ല കണ്ണൂരിൽ ചെന്നപ്പം ഞങ്ങൾ അവിടെ പറഞ്ഞു, ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇതുവരെ നടന്ന സമര സംഗമങ്ങളിൽ 1ാം സ്ഥാനം കണ്ണൂരിനാണ് എന്ന് 8ാമത്തെ സ്ഥലത്ത് പറയുകയുണ്ടായി. പക്ഷെ ഇന്നലെ വയനാട്ടിൽ കൽപ്പറ്റയിൽ ചെന്നപ്പോൾ അത് മാറ്റി പറയേണ്ടി വന്നു. 1ാം സ്ഥാനം വയനാടിനാണ് എന്ന് ഇന്നലെ പറഞ്ഞുവെങ്കിൽ ഇന്ന് വീണ്ടും മാറ്റി പറയുന്നു. ഇതുവരെയുള്ള സമര സംഗമങ്ങളിൽ 1ാം സ്ഥാനം പാലക്കാടിനാണ് എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷം. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. MP മാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, KPCC
വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, മുൻ MP VS വിജയരാഘവൻ, മുൻ MLA CP മുഹമ്മദ്, KA ചന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, സന്ദീപ് വാര്യർ, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, P ബാലഗോപാൽ, V രാമചന്ദ്രൻ, കബീർ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസിലെത്തിയ BJP നേതാവിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരസംഗമ വേദിയിൽ സ്വീകരണം നൽകി. പ്രമുഖ BJP പ്രവർത്തകനായിരുന്ന K സുരേന്ദ്രനെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സമരസംഗമ വേദിയിൽ സ്വീകരിച്ചത്. അധ്യാപകർ സമരം ചെയ്യേണ്ടവർ അല്ലെന്നും അവരെ തെരുവിലേക്ക് തള്ളിവിടുന്നത് ഭരണകൂടമാണെന്നും കേരളവർമ്മ കായിക വിഭാഗം റിട്ടയേർഡ് പ്രൊഫസർ MC രാധാകൃഷ്ണൻ. കേരളത്തിന് കായിക നയമില്ലെന്നും കായിക നയം എന്തെന്നറിയാത്ത ഭരണകൂടം ശാപമാണെന്നും MC രാധാകൃഷ്ണൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടന പാലക്കാട് DD ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1970 മുതൽ കായിക നയത്തിനായി കായിക അധ്യാപകരും കായിക പ്രേമികളും പോരാട്ടത്തിലാണ്. പരിശീലകരെ വെച്ച് കാര്യം നേടാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. എന്നാൽ അധ്യാപകരും പരിശീലകരും രണ്ടാണ്. ടൂർണമെന്റുകളും വിജയവും കപ്പും കൊണ്ട് കാര്യമില്ല. ശരിയായ ലക്ഷ്യം, ശരിയായ ജീവിത രീതി എന്നിവയ്ക്ക് കായിക വിദ്യാഭ്യാസം ആവശ്യമാണ്. ഭരണാധികാരികളുടെ വാക്കിൽ മാത്രമാണ് കായിക പ്രേമമെന്നും MC രാധാകൃഷ്ണൻ പറഞ്ഞു. അധ്യാപകന് പരിശീലകനാവാം, പക്ഷേ ഒരു പരിശീലകന് അധ്യാപകനാവാൻ പറ്റില്ല. അധ്യാപനം വേറെയാണ്, പരിശീലനം വേറെയാണ്. ഇവർ വിചാരിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാര്, ബാക്കി നമ്മുടെ എന്താ പറയുക ബ്യൂറോക്രാറ്റ്സ്, അവരൊക്കെ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് അറിയാത്തത്. വെറുതെ കുറച്ച് ടൂർണമെന്റ് കളിച്ചു, കപ്പുകൾ കൊണ്ടുവന്നു ഹാപ്പി. അതല്ല കായിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക, കായിക അധ്യാപകരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംയുക്ത കായികാധ്യാപക സംഘടന പ്രതിഷേധം നടത്തിയത്. KPSPETA പ്രസിഡന്റ് K പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു. DPETA ജില്ലാ പ്രസിഡന്റ് K കൃഷ്ണദാസ്, AKSTU ജില്ലാ സെക്രട്ടറി സതീഷ് മോൻ, KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി S തെക്കേതിൽ, NTU പ്രസിഡന്റ് AJ ശ്രീനി, KSTU ഷൗക്കത്ത് അലി, TC ഹരിദാസ്, ബിജു ദിവാകരൻ, രതീശൻ, സുരേഷ് S, PA അബ്ദുൽ ഗഫൂർ, ബിജുമോൻ, PV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചങ്ങാതിക്കൊരു തൈ എന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിലാക്കി ഷൊർണൂർ നഗരസഭ പരിധിയിലെ സെന്റ് തെരേസ് LP സ്കൂൾ. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ചങ്ങാതിക്കൊരു തൈ പദ്ധതി നടപ്പിലാക്കിയത്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ ചങ്ങാതിക്കൊരു തൈ എന്ന കർമ്മപദ്ധതി ആദ്യമായി നടപ്പിലാക്കി സെന്റ് തെരേസസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും. ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ചങ്ങാതിക്കൊരു തൈ എന്ന പദ്ധതി സ്കൂളിൽ സമുചിതമായി നടപ്പിലാക്കിയത്. ഒറ്റപ്പാലം ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ K സിത്താര ഉദ്ഘാടനം ചെയ്തു. പ്രതിജ്ഞ ചൊല്ലൽ, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു. വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറിക്കൊണ്ട് സൗഹൃദം പങ്കുവച്ചു. PTA പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു. HM രാജി ടീച്ചർ, തൊഴിലുറപ്പ് AE K ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗമ്യ ടീച്ചർ സ്വാഗതവും ജിസി ടീച്ചർ നന്ദിയും പറഞ്ഞു. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും മരം വച്ചു പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ പരിപാടി സഹായകമായെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി LED ബൾബ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഏകദിന ശില്പശാല നടത്തിയത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് LED ബൾബ് നിർമ്മാണ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം നഗരസഭ, അമ്പലപ്പാറ പഞ്ചായത്ത്, ലക്കിടി പേരൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും രക്ഷിതാക്കളുമാണ് ഒറ്റപ്പാലം ഗവൺമെൻറ് ഭദ്രവിദ്യാലയത്തിൽ വെച്ച് നടന്ന ശില്പശാലയിൽ പങ്കാളികളായത്. ഒപ്പം ഗവൺമെൻറ് ഭദ്രവിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടു കൂടിയായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഒറ്റ പരിപാടി കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഭിന്നശേഷി മേഖലയിൽ അവസാനിക്കും എന്ന ധാരണയിലല്ല. ഇനിയും ഏറെ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അവരുടെയൊക്കെ
മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് സാധ്യമായ നിലയിലുള്ള പ്രവർത്തനം ഈ മേഖലയിൽ ഇനിയും കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് MLA എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷ്, കൗൺസിലർ M മണികണ്ഠൻ, സമഗ്ര ശിക്ഷ കേരള BPC വെങ്കടേശ്വരൻ, PM മിനി, പ്രൊഫസർ സുനിത ബേവി, മധുകൃഷ്ണൻ, പ്രധാനാധ്യാപിക മിനി കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഗമത്തിൽ സ്വയം തൊഴിൽ പരിശീലനം ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇത് പരിഗണിച്ചാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടുംബശ്രീ സംരംഭമായ മാ കെയർ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണപാനീയങ്ങൾ, പഠനത്തിനാവശ്യമായ സ്റ്റേഷനറി സാധനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് മാ കെയർ സെന്ററിന്റെ പ്രത്യേകത. കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ സംരംഭമാണ് വിദ്യാലയങ്ങളിൽ മാ കെയർ സെന്ററിന്റെ പ്രവർത്തനം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സംരംഭമായ മാ കെയർ സെന്ററിന്റെ പ്രവർത്തനമാണ് ബുധനാഴ്ച വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണപാനീയങ്ങൾ, പഠനത്തിനാവശ്യമായ സ്റ്റേഷനറികൾ എന്നിവ ലഭ്യമാക്കുക എന്നതാണ് മാ കെയർ സെന്ററിന്റെ പ്രത്യേകത. കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു വരുമാന മാർഗവും കൂടി കണ്ടെത്താൻ ഈ സെന്റർ വഴി സാധ്യമാകും. പ്രവർത്തനോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ്, അതിൻ്റെ ഒരു കിയോസ്ക് സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണ പാനീയങ്ങൾ, അതോടൊപ്പം തന്നെ അത്യാവശ്യം കുട്ടികൾക്ക് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുക, പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറികൾ ഏറ്റവും ആവശ്യമുള്ളതും വേണമെങ്കിൽ ലഭ്യമാക്കുക, അതുവഴി കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള, വില കുറഞ്ഞിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുകയും വനിതകൾക്ക്, കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു വരുമാനമാവുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ P പ്രസന്ന, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, K അശോകൻ, പഞ്ചായത്ത് സീനിയർ ചെയർപേഴ്സൺ സുനിത, സ്കൂൾ പ്രിൻസിപ്പൽ ബീന, ഹെഡ്മിസ്ട്രസ് ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി കിള്ളികൃഷിമംഗലം മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം ആഷാഢോത്സവം എന്ന പേരിൽ കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിക്കും. ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെ ഗുരുകുലം നാട്യശാലയിലാണ് പരിപാടി നടത്തുന്നതെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദിവസം വൈകിട്ട് 6:30 മുതൽ ഗുരുകുലം നാട്യശാലയിലായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക. കൂടിയാട്ടം, നങ്ങ്യാരമ്മക്കൂത്ത്, ചാക്യാർകൂത്ത്, പാടകം, മിഴാവിൽ തായമ്പക, മിഴാവുമേളം, കുഴൽപ്പറ്റ് എന്നിവയുടെ രംഗാവതരണമാണ് നടക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 6:30 മന്ത്രാംഗം കൂത്ത് പുറപ്പാടോടുകൂടിയാണ് ആഷാഢോത്സവത്തിന് തുടക്കം കുറിക്കുക. 18 മുതൽ 21 വരെ അന്തകവധം കൂടിയാട്ടം, 22 മുതൽ 25 വരെ ചാക്യാർകൂത്ത്, 24 മുതൽ 28 വരെ സീതാരാഘവം കൂടിയാട്ടം, 29-ാം തീയതി മുതൽ 31 വരെ പാടകം, ആഗസ്റ്റ് 1 മുതൽ 9 വരെ നങ്ങ്യാരമ്മക്കൂത്ത്, 10-ാം തീയതി മിഴാവിൽ തായമ്പക, 11-ാം തീയതി മുതൽ മത്തവിലാസം കൂടിയാട്ടം, ഓഗസ്റ്റ് 16-ന് പാടകം എന്നിങ്ങനെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്രാവശ്യത്തെ ആഷാഢോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരു പത്മശ്രീ PK നാരായണൻ നമ്പ്യാരാശാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൂടിയാട്ടങ്ങളും നങ്ങ്യാരമ്മക്കൂത്തുകളും ചാക്യാർ കൂത്തുകളും പാഠകങ്ങളും ആണ് ഇന്ന് ഈ പ്രാവശ്യത്തെ ആഷാഢോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മത്തവിലാസം കൂടിയാട്ടം. മത്തവിലാസം എന്ന് പറയുന്നത് അനുഷ്ഠാനപരമായിട്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള കൂത്തമ്പലങ്ങളിലോ അല്ലെങ്കിൽ വലിയ അമ്പലങ്ങളിലോ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നടത്തുന്ന വഴിപാട് കൂത്തുകളായിട്ടാണ് മത്തവിലാസം കൂത്ത് നടന്നു പോന്നിരുന്നത്. അത് കരിവള്ളൂർ, മാടായിക്കാവ്, കൊട്ടിയൂർ തുടങ്ങിയിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു മാസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളായിട്ട് നടന്നു വരുന്നു. ആ മത്തവിലാസത്തിനെ മഹേന്ദ്ര വിക്രമ പല്ലവൻ എന്ന് പറയുന്ന കവിയുടെ മത്തവിലാസ പ്രഹസനം എന്നുള്ള നാടകത്തിൻ്റെ ഒരു ഭക്തിയുടെ ഒരു മാർഗത്തെ മാത്രമാണ് അതിൽ അവതരിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ PK ഹരീഷ് നമ്പ്യാർ, വാസന്തി നാരായണൻ, സദനം വിനോദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസൻ താന്ത്രിക ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ ഉഷപൂജ, ഗണപതി ഹോമം, പഞ്ചഗവ്യം എന്നിവയോടുകൂടി പ്രതിഷ്ഠാദന ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് തൃക്കാലപൂജ, നവകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകൾക്ക് ശേഷം പ്രസാദോട്ടും ഒരുക്കിയിരുന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനും അന്നദാനത്തിനും എത്തിയിരുന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ ഭട്ട്, ക്ഷേത്രം കഴകം സുഗതകുമാരി, ക്ഷേത്രം കോമരം ഉണ്ണികൃഷ്ണൻ നായർ, അച്യുതൻകുട്ടി, മറ്റു ക്ഷേത്ര ഭാരവാഹികൾ എന്നിവരും സന്നിധരായിരുന്നു. വൈകിട്ട് നിറമാല, മറ്റു വിശേഷാൽ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തിയിൽ 24 മണിക്കൂറും കർശന പരിശോധന. ദേശീയപാത ഭാഗികമായി അടച്ചു. കേരളത്തിൽ നിന്നും പോകുന്ന മുഴുവൻ യാത്രക്കാരും പരിശോധനയ്ക്ക് വിധേയം. നടപടി കോയമ്പത്തൂർ ജില്ലാ കലക്ടർ പവൻകുമാർ ജി ഗിരിയപ്പവനോരുടെ ഉത്തരവിനെ തുടർന്ന്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ശക്തമായ മാറ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടലാക്കോടെയെന്നും സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം പാലക്കാട്ട്. അധ്യാപകർ സമരം ചെയ്യേണ്ടവർ അല്ലെന്നും അവരെ തെരുവിലേക്ക് തള്ളിവിടുന്നത് ഭരണകൂടമെന്നും കേരളവർമ്മ കായിക വിഭാഗം റിട്ടയേർഡ് പ്രൊഫസർ MC രാധാകൃഷ്ണൻ. കേരളത്തിന് കായിക നയമില്ല, കായിക നയം എന്താണ് എന്നറിയാത്ത ഭരണകൂടം ശാപമാണെന്നും MC രാധാകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനാ ധർണ പാലക്കാട്ട്. ചങ്ങാതിക്കരുത്തായി പ്രാവർത്തികമാക്കി ഷൊർണൂർ സെന്റ് തെരേസ് LP സ്കൂൾ. ഒറ്റപ്പാലത്ത് ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി LED ബൾബ് നിർമ്മാണ ശില്പശാല. വാടാനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മാ കെയർ സെന്ററിന് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.